എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകാം. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് അരയ്ക്കുന്നത്, മാവ് എങ്ങനെ അരയ്ക്കാം, എത്രത്തോളം. ഇതിന് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വടയുടെ ഷേപ്പ് വരുത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. ചിലർ അങ്ങനെയൊക്കെ വെള്ളം കൂടി പോയിട്ട് അരിപ്പൊടിയൊക്കെ ചേർത്ത് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോൾ അത് ആ ഉഴുന്നുവട എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അരയ്ക്കുന്നത്, എത്രത്തോളം വെള്ളം ചേർക്കാം എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. പിന്നെ നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരുമൊരാന്നുള്ള വടയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നല്ല ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇതിന് ചട്നി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു വെളുത്ത ചട്നി, തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു വെളുത്ത ചട്നി, അതും കൂടി ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അറിയണമല്ലോ. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി വരും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ വടയുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഏത് റെസ്റ്റോറൻറ്റിലും ഏത് ഹോട്ടലിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇഡ്ഡലി വട, മസാല ദോശ വട, നെയ് റോസ്റ്റ് വട, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കിട്ടും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഇതിൻ്റെ കൂടെ വടയും കൂടി ഉണ്ടാവും. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു വിഭവമാണ്. ഞാൻ അമൃതയിലുള്ള സമയത്ത് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഉണ്ടാവും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഡോക്ടേഴ്സിൻ്റെ മാരേജുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സെൻഡ് ഓഫോ അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും. അതിൽ വട ഒരു മസ്റ്റായിട്ടുള്ളൊരു ഐറ്റമായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ വട എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടത് തന്നെയാണ്. നല്ലൊരു നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഉഴുന്ന് നല്ലതാണ്. അപ്പോൾ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം, വരും. നമ്മുടെ ഉഴുന്നുവടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉഴുന്ന് ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ഉഴുന്ന് ഇവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു 2-3 മണിക്കൂറായി ഇപ്പോൾ കുതിർത്തി. അപ്പം അധികം വെള്ളമൊന്നും ഞാൻ ഒഴിച്ചില്ല. 3-4 വട്ടം കഴുകി ആ പാകത്തിന് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇനി വടയ്ക്ക് ചേർക്കാനുള്ള ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി നല്ലപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഞാനിവിടെ ഉണ്ടായതായതുകൊണ്ട് വളരെ ചെറുതാണ്, അത് നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 5-6 കുരുമുളക്, അതൊന്ന് ചതച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. കുറേശ്ശെയായിട്ട് നമുക്കിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. അപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇങ്ങനെ ആദ്യം അരച്ചത്. ഒന്നരഞ്ഞു വന്നപ്പോൾ 1 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ അരച്ചെടുത്തത് ദേ ഇങ്ങോട്ടേക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ബാച്ച് ഇട്ടു. ഇത് കുറേശ്ശെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനിയും അരഞ്ഞൊരുവിധം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് 1 ടീസ്പൂണൊക്കെ കട്ടി വെള്ളം ഞാൻ ചേർക്കുള്ളൂ. നമ്മുടെ സെക്കൻഡ് ബാച്ച് ഇവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് പകർത്താം. വെള്ളം ഒട്ടും ചേർക്കാതെ അരയ്ക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് ഉരുട്ടി അതിൻ്റെ നടുക്ക് തുളയൊക്കെ ഇട്ട് ഉണ്ടാക്കാനായിട്ട് എളുപ്പം. വെള്ളം തീരെ ചേർക്കാതെ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ വട ശരിയാവില്ല. ഞാനിവിടെ 1 ടീസ്പൂണൊക്കെ വെള്ളം ചേർത്തിട്ടുള്ളൂ, കണ്ടോ. അപ്പോൾ സെക്കൻഡ് ബാച്ച് അരച്ചത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി.
ഇനി ഒരു ബാച്ചും കൂടി ഉള്ളൂ, അതിനുള്ള ഇതേ ഉള്ളൂ. അപ്പം ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത് കുറച്ചൊന്ന് അരഞ്ഞ് വന്ന് കഴിയുമ്പോൾ അല്പം വെള്ളം ചേർത്ത് കൊടുക്കും. ഒരു ടീസ്പൂൺ എങ്ങാനും വെള്ളം ചേർത്താൽ മതിയാവും. എന്നിട്ട് നല്ലപോലെ അരയ്ക്കണം. നമ്മുടെ തേർഡ് ബാച്ചും ഇവിടെ അരച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, തീരെ വെള്ളം ഇല്ലാതെയാണ്, അല്പം വെള്ളം മാത്രം. കൂടിപ്പോയ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒക്കെ ഈ 3 ബാച്ചിനും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടാവുള്ളൂ. അതേപോലെ വെള്ളം കുറച്ചാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാവൊക്കെ നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇനിയും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുമ്പോൾ നല്ലപോലെ കൈവച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ അത് മിക്സാക്കി എടുത്തിട്ട് വേണം വട ഉണ്ടാക്കാം. അപ്പം എന്നിട്ട് വേണം നമുക്ക് അതിനകത്തുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർക്കണത് ഈ നല്ലപോലെ മാവ് മിക്സ് ചെയ്തിട്ട് വേണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഉപ്പ് കൂടി പോകണ്ട. മാവ് നല്ലപോലെ മിക്സാക്കി എടുത്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണ ഇതിനകത്തേക്കുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ഉള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉടനെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, കുരുമുളക് ചതച്ചത്, കറിവേപ്പില എല്ലാം ഇട്ടു. ഇനി ഒന്ന് മിക്സ് ചെയ്താൽ മതി. കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി. പിന്നെ എപ്പോഴും കൈ കഴുകാൻ പോകണം, അതുകൊണ്ട് ഞാൻ ഫോർക്ക് എടുത്തിരിക്കുക. ഇനി നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇവിടെ സ്റ്റൗ ഓൺ ചെയ്തു. ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു തനി നാടൻ പലഹാരമാണല്ലോ, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കൈ വെള്ളത്തിൽ നല്ലപോലെ മുക്കിയിട്ട് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. ഉള്ളി നല്ലപോലെ വേവണം. തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം, ഉള്ളി നല്ലപോലെ വെന്ത് കിട്ടണം, നല്ല സോഫ്റ്റായി കിട്ടണം. ആദ്യം ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. നമ്മുടെ വട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഇനി അടുത്തത് കൈ നല്ലപോലെ നനച്ചിട്ട് നമ്മുടെ സെക്കൻഡ് ബാച്ചിൽ 2 വട ഇട്ട് കൊടുത്തത് 2 ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നടുക്ക് തുളയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. ഈ ബാച്ചിൽ 3 എണ്ണം ഉണ്ട്.
കണ്ട വട കാണിച്ചു തരാം. കണ്ട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ചട്നിയും കൂട്ടി. പുറമേ നല്ല മുരുമുരാന്ന്, ഉള്ളിൽ നല്ല സോഫ്റ്റ്. എൻ്റെ ഉഴുന്നുവട കണ്ടല്ലോ, എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ. അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.